വരിക്കോലി കെമിസ്റ്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ചും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷനും സംയുക്തമായി ചേർന്ന് വരിക്കോലി കെമിസ്റ്റ് ഫാർമസി കോളേജിൽ വെച്ച് ജനുവരി 18 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ദേശീയ ഫാർമ സെമിനാറും അവാർഡ് ദാന ചടങ്ങും നടത്തുന്നു. ഔഷധ നിർമ്മാണ വ്യാപാര വാണിജ്യ മേഖലകളിൽ ഏറ്റവും വികസന സാധ്യതയുള്ള കേരളത്തിലെ മരുന്ന് വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളുമാണ് സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും കേരള ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുമെന്നും കോളേജ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. കെമിസ്റ്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം വരിക്കോലിയിലാണ്. അവിടെ വെച്ചിട്ട് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ്റെ കേരള ബ്രാഞ്ചുമായി ചേർന്നിട്ട് ഒരു ദേശീയ തലത്തിലുള്ള ഒരു ഫാർമ കോൺക്ലേവും അവാർഡ് സെറിമണിയും കൊണ്ടാടുകയാണ്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ അനാവശ്യമായ രീതിയിൽ ആൻറ്റിബയോട്ടിക്സ്, അതായത് നമുക്കൊരു വൈറൽ പനി വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് നമുക്ക് കോവിഡ് വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള H1N1 പോലുള്ള പനി വരുന്നു. ഇതിനൊന്നും തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം തന്നെ നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ ചോദിച്ചു, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ചോദിച്ചിട്ട് നമ്മൾ എഴുതി വാങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇറാഷണലായിട്ടുള്ള ഈ മരുന്ന് ഉപയോഗം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആ ഒരു ശ്രമത്തിന് മുൻകൈ കൊടുത്ത ഇപ്പോഴത്തെ ഡ്രഗ്സ് കൺട്രോളർ ശ്രീ കെ സുജിത് കുമാർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആ ശ്രമത്തിന്, അതായത് ഇപ്പം നമ്മൾ പ്രത്യേക കവറിനകത്തിട്ടാണ് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടതെന്ന് മെഡിക്കൽ ഷോപ്പുകൾക്ക് നിർദ്ദേശം നൽകുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അദ്ദേഹം. അതോടൊപ്പം തന്നെയാണ് ഈ അൺയൂസ്ഡ് ആയിട്ടുള്ള മരുന്നുകൾ, എക്സ്പയറി ആയിട്ടുള്ള മരുന്നുകൾ റീയൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രൗഡ് എന്നുള്ള പദ്ധതി, അങ്ങനെ വിവിധ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു അവാർഡ്, എക്സലൻസ് അവാർഡ് നമ്മൾ കൊടുക്കുന്നു. കൂടാതെ ഒരു ഫാർമ മേഖലയിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി, അവിടെ നാനോ ടെക്നോളജി പോലുള്ള റിസർച്ച് മേഖലകളിലും എല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന കുറേയേറെ അധ്യാപകരും ഉള്ള ഒരു കോളേജാണ് അമൃത സ്കൂൾ ഓഫ് ഫാർമസി. അപ്പോൾ അവരുടെ ഈ ഒരു പ്രൊഫഷണൽ പ്രവർത്തനത്തിന് അവർക്കൊരു അംഗീകാരം എന്നുള്ളതിൽ അവർക്കും ഇന്നേ ദിവസം അവാർഡ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ വിദഗ്ധരായവരെ കൊണ്ട് ഒരു പാനൽ ഡിസ്കഷൻ, അതായത് നമ്മൾ റീറ്റെയിൽ ഫാർമസി മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അതിൻ്റെ എങ്ങനെ ആ ത്രെട്ടുകളെ അഭിമുഖീകരിച്ച് ഈ സ്വയം തൊഴിലെന്നുള്ള രീതിയിൽ പോലും ഫാർമസിസ്റ്റുകൾക്ക് മുന്നേറാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പാനൽ ഡിസ്കഷനുണ്ട്. അത് നയിക്കുന്നത് നമ്മുടെ എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ എം ഷജിൽ കുമാറാണ്. അതിൽ എല്ലാ സംഘടനകളുടെയും, റീറ്റെയിൽ മേഖലയിലുള്ള സംഘടനകളുടെയും കോർപ്പറേറ്റ് ഗ്രൂപ്പിൻ്റെയും എല്ലാം പ്രതിനിധികൾ പങ്കെടുക്കുന്ന വിദഗ്ധമായ ഒരു ചർച്ചയുണ്ടാവും. അതോടൊപ്പം ഈ പുതിയതായിട്ട് പാലക്കാട് ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് രൂപീകരിക്കുന്നതായിട്ടൊരു പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെൻറ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ എങ്ങനെ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് സർക്കാരിന് എന്ത് സഹായം ചെയ്യാൻ കഴിയും, ആ മേഖലയിൽ ഇന്ന് പിന്നോക്കമുള്ള ഈ മരുന്ന് നിർമ്മാണ മേഖലയിൽ ആവശ്യമായ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച്, അതിനെന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഫാർമസി മേഖലയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊരു ചർച്ചയും, കൂടാതെ ഈ തൊഴിൽ രഹിതരായ ഫാർമസിസ്റ്റുകൾക്ക് എങ്ങനെ ഒരു പുതിയ വ്യവസായ സംരംഭം തുടങ്ങാം, അതിനെക്കുറിച്ച് ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ, ഒരു ഓക്സേഷ്യ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയുടെ MD വ്യക്തമായ രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ അവാർഡ് നൽകുന്ന ഒരു യോഗവുമാണ് നാളെ രാവിലെ 9:30 മണി മുതൽ കെമിസ്റ്റ് കോളേജ് ഓഫ് ഫാർമസിയിൽ ഞങ്ങൾ നടത്തുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് അവർകളാണ്. ആ യോഗത്തിൽ ശ്രീ AN മോഹൻ AKCDAയുടെ സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ ഡോക്ടർ കെ സുജിത് കുമാർ ഡ്രഗ്സ് കൺട്രോളർ കേരള, EA സുബ്രഹ്മണ്യൻ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ തുടങ്ങി വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. കോളേജ് PRO ഡോക്ടർ പ്രദീപ് MR, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വസന്തരാജ്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺ തോമസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CNews കേരള.